രവിയേട്ടാ എന്തു പറ്റി? എന്തു പറ്റി? ഒന്നുമില്ല. എന്തോ ഇങ്ങനെ ഇരിക്കുന്നേ? അച്ഛ പിന്നെ എന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കണം? കാര്യം പറ അച്ഛാ. ഒന്നുമില്ല മോളെ, അച്ഛൻ ചുമ്മാ ഇരിക്കട്ടെ കുറച്ചു നേരം. രവിയേട്ടാ കാര്യം പറ. എന്ത് പ്രശ്നം മണി ഒന്നുമില്ല, നിങ്ങൾ പോ. ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരുന്നോട്ട് മണി കുറച്ചു നേരം. ഒന്നുമില്ലാത്ത ഇങ്ങനെയാണ് പെരുമാറുന്നേ? അല്ലല്ലോ, എന്തോ വ്യത്യാസമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, പറ കാര്യം എന്താണെന്ന്. ഒന്നുമില്ലെന്നേ, എനിക്ക് അസുഖമൊന്നും ഇല്ലെന്ന്. പിന്നെ ഞാൻ ഒന്ന് സ്വസ്ഥമായിട്ട് കുറച്ചു വല്ല പ്രശ്നമുണ്ടോ ഓഫീസില്? വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ മുഖം ഇങ്ങനെ ആക്കി വെച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവൂല. വർക്ക് ഇന്ന് കൂടുതലായിരുന്നു, അതിന്റെ ടെൻഷനാണോ? ഒന്നുമില്ല, ഒരു മൂഡ് ഓഫ്. മൂഡ് ഓഫിന്റെ കാര്യം പറയേ. കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടായിരിക്കാം. അമ്മ ഒന്നാമത് നല്ല ടെൻഷനിലിരിക്കുകയാണ്. വല്ല തലവേദന വല്ലതും? അമ്മക്ക് ടെൻഷൻ? അത് അമ്മയുടെ ഒന്നുമില്ല, എനിക്ക് ചുമ്മാ പിള്ളേർ ഒന്നുമില്ല. രവിയുടെ എന്താണ് പ്രശ്നം എന്ന് പറ. ഒന്നുമില്ല മണി. തലവേദന പറ, ഞാൻ ചായ എടുക്കട്ടാ? ചായ ഒന്നും വേണ്ട, വാ ചായ കുടിക്കാം. ചായ കുടിച്ചാൽ കുഴപ്പമില്ല, ഞാൻ കുറച്ചു നേരം ഒന്ന് ഇരുന്നാ മതി. ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഞാൻ ശരിയാവും. മോളെ ഒന്നുമില്ല, പേടിക്കണ്ട. പെരുമാറി കഴിഞ്ഞാൽ ഞങ്ങളല്ലേ ടെൻഷൻ അടിക്കുന്നേ? ഞങ്ങൾ ഇനി എന്തൊക്കെ ആലോചിച്ചു കൂട്ടും? അതെ, ഓഫീസിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. വിഷമിക്കൊന്നുമില്ല. അത് ഓഡിറ്റ് കഴിഞ്ഞപ്പോഴേ അക്കൗണ്ട്സിലൊക്കെ എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത് എന്റെ മിസ്റ്റേക്ക് അല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ എന്റെ ഒരു മെമ്മോ തന്നു. എന്തിന്? ഒരു എൻക്വയറിക്ക് കുറച്ച് ഒരാഴ്ചത്തേക്ക് ഇനി അങ്ങോട്ട് പോകണ്ടെന്ന്. എൻക്വയറി ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. പേടിക്കാനൊന്നുമില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട് മണി. ഞാനെല്ലാം കറക്റ്റായിട്ടാ ചെയ്തത്. രവിയേട്ട ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാവും. നമ്മളെ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോ എല്ലാം ശരിയാവൂലേ? ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. അച്ഛനൊന്നും ചെയ്യാതെ പിന്നെ അച്ഛൻ എന്തിനാ അങ്ങനെയൊക്കെ കിട്ടിയ? എന്തോ കഷ്ടം. അവിടെ ആർക്കൊന്നും അറിഞ്ഞൂടായിരുന്ന? എല്ലാവർക്കും അറിയാം, പക്ഷെ എന്തോ കണക്കിലെന്തോ ഒരു അപാകത എൻക്വയറി സോണൽ ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ അതൊരു വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വേറെ 2 പേർക്കും കൂടെ ഉണ്ട്, എന്റെ സ്റ്റാഫ് സെക്ഷനിലുള്ളവർ. ഒരു പ്രശ്നവും വരൂല, ഇതൊക്കെ ശരിയാവും. രവിയുടെ ടെൻഷൻ അടിച്ചിങ്ങനെ രവിയുടെ മുഖം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് ഇങ്ങനെ ആവുന്ന ആവശ്യമുണ്ടോ? പെട്ടെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഉണ്ടായത്, അപ്പോഴും ഒരു വിഷമം ഉണ്ടായത്രേ ഉള്ളൂ. ഓക്കെ ആവില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ ആവും അച്ഛാ, ചായ ഉണ്ടാക്കി തരാം. അച്ഛ ഒന്ന് പോയി ഒന്ന് ഫ്രഷ് ആവും. അപ്പൊ ആദ്യം അച്ഛൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് ചായ ഒക്കെ കുടിക്കാം. നിങ്ങൾ ഇനി ഇതോർത്ത് വിഷമിക്കണ്ട, ഞാൻ ഒന്ന് ഫ്രഷ് ആയി വരാം. റിലാക്സ് കേട്ടാ, ഒന്നുമില്ല മോളെ, നീ വിഷമിക്കാതെ. അമ്മ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് തോന്നാൻ തുടങ്ങി ഇന്ന് രാവിലെ മുതൽ എന്തോ പ്രശ്നം ഉണ്ടാവാൻ പോവാണെന്ന്. ഇത് തന്നെ. അതെ, കൂട്ടി കുഴക്കരുത്. ആ പ്രശ്നത്തിന്റെ തുടക്കമാണ് ഇത്. ഇതിലെല്ലാം നിൽക്കുന്നത് എന്തോ വലിയത് വരാൻ പോകുന്നുള്ളൊരു തോന്നൽ വരെയാണ് എനിക്ക്. അച്ഛൻ്റെ റെപ്യൂട്ടേഷനാണ് ലോകത്തിലെ ഏറ്റവും വലുത്. ആ പേര് കളഞ്ഞു കിട്ടുന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യത്തില്ല. ഇപ്പൊ ഈ പ്രശ്നം വന്നതിന്റെ പേരിൽ അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെ തോന്നലാണ് വരുന്നത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ലല്ലോ, നമുക്ക് ഊഹിക്കാൻ പറ്റൂല അത് എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടാൻ പോണെന്ന്. മക്കളെ, അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, അച്ഛനെ നല്ലോണം ശ്രദ്ധിക്കണം. അച്ഛൻ്റെ പുറകെ എപ്പോഴും നിങ്ങളുടെ 2 കണ്ണുകളും ഉണ്ടാവണം കേട്ടോ. അമ്മയെ ശ്രദ്ധിക്കും, മക്കളും ശ്രദ്ധിക്കണം കേട്ടോ. ഈശ്വര, ഒന്നും വരുത്തരുതേ. ഒന്നും വരൂല അമ്മ, ടെൻഷൻ ആവാതെ. എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ടെൻഷൻ ആവും. അച്ഛൻ വല്ല കടുകയും ചെയ്യും. ചുമ്മാ നെഗറ്റീവ് അടിക്കാതെ. നമ്മളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് ദിവസത്തേക്ക് അച്ഛനെ ഒന്ന് സമാധാനത്തിൽ, അച്ഛൻ്റെ മനസ്സിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നാത്ത രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് അച്ഛനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അറിയാലോ അച്ഛൻ്റെ കാര്യം.